ബിരിയാണി ഉണ്ടാക്കാം. 1/2 കിലോ ബിരിയാണി അരമണിക്കൂർ സോക്ക് ചെയ്യാൻ വെക്കുക. സൺഫ്ലവർ ഓയിലും നെയ്യും ചേർത്തത് ബിരിയാണി പൂട്ടിലോട്ട് ഇട്ട് കൊടുക്കുക. സിനമൺ, പട്ട, ഗ്രാമ്പു, ബിരിയാണി ഇല, 4 സവാള ചെറുതായി എരിഞ്ഞത് കൂടി ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് 1/2 കൈപ്പിടി അളവിൽ മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കുക. 50 ഗ്രാം ഇഞ്ചിയും 40 ഗ്രാം വെളുത്തുള്ളിയും അരച്ച് പേസ്റ്റ് ആക്കിയത് ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കുക. ഇനി ഇതിലോട്ട് 3 വലിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. 75 ഗ്രാം തൈര് ചേർത്ത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം 1/2 മുറി ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 17 ഗ്രാം ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. 1/2 കിലോ മട്ടൺ ഉപ്പ് ഇട്ട് വേവിച്ചത് ചേർത്ത് കൊടുക്കുക. ഇനി മട്ടൺ വേവിച്ചതിന്റെ വെള്ളം 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം നമ്മൾ ചേർത്ത് നന്നായി തിളയ്ക്കാനായിട്ട് അനുവദിക്കുക. ഈ സമയം നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്ന 1/2 കിലോ അരി ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായി തിളച്ച് അരിയൊക്കെ പൊന്തി മേലോട്ട് വരുമ്പോൾ അതിലോട്ട് നമ്മൾ ദം ചെയ്യാനായിട്ട് ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്ത് ഒരു പാത്രം മുകളിൽ വെച്ച് നല്ല വെയിറ്റിന് വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളം ചട്ടിയിലോട്ട് ഒഴിച്ച് അതിലോട്ട് നമ്മൾ ഇടിക്കല്ല് ഇറക്കി വെച്ചു. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് മട്ടൻ ചുക്കൻ ഉണ്ടാക്കാം. 1 സവാള, ഇഞ്ചി, വെളുത്തുള്ളി നന്നായി പേസ്റ്റ് ആക്കിയത് മട്ടനിലോട്ട് ഇട്ട് കൊടുക്കുക. കുക്കറിലാണ് ചെയ്യുന്നത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുളമ്പ് മിളകാപ്പൊടി, ഗരം മസാലപ്പൊടി ഇതെല്ലാമേ ചേർത്ത് കൊടുക്കുക. കറിവേപ്പിലയും നല്ലെണ്ണയും കൂടി ആഡ് ചെയ്ത് കുക്കർ 3 വിസിലടിക്കുക. ഇതവിടെ ഇരിക്കട്ടെ. ഈ സമയം നമുക്ക് ചിക്കൻ 65 ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി, മല്ലിപ്പൊടി, ജീരകപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, ലെമൺ എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് തൈരും കൂടിയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ മുട്ട വേവിക്കുകയാണ്. ഈ സമയം നമ്മുടെ മട്ടൺ വെന്തിട്ടുണ്ടാവും. ഇതൊരു ചട്ടി വയ്ക്കുക. നല്ലെണ്ണയും വെളിച്ചെണ്ണയും ചേർത്ത് പട്ട, ഗ്രാമ്പു, ഏലക്ക, ബിരിയാണി ഇല, കൽപ്പാസി, പെരിഞ്ചീരകം കൂടി ചേർത്ത് കറിവേപ്പിലയും ഉണക്കമുളകും ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൺ അതിലോട്ട് ചേർത്ത് കൊടുക്കുക. അതിൽ വെള്ളം വറ്റണ വരെ നമ്മൾ നന്നായി തിളപ്പിച്ചത്. കുരുമുളക് പൊടിയും ജീരകവും ലാസ്റ്റിൽ ചേർത്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറിയ തീയിൽ വെക്കുക. അപ്പോൾ നമ്മുടെ മട്ടൻ ചുക്ക റെഡി. ചിക്കൻ 65 അതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. സാലഡിന് വേണ്ടി സവാളയും തൈരും ഉപ്പും ഒരു പിഞ്ച് പഞ്ചസാരയും കൂടി ചേർത്ത് സാലഡ് അടിപൊളിയാവും. അപ്പോൾ മക്കളെ, സൺഡേ സ്പെഷ്യൽ ബിരിയാണിയും റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കാം. ഒരു ഞായറാഴ്ച വന്നു കഴിഞ്ഞാൽ ബിരിയാണി, മട്ടൻ ചുക്ക, ചിക്കൻ 65. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.